അമിത്ഷാ പറയുന്നു 30 മണ്ഡലങ്ങൾ എൻ ഡി എക്ക് വലിയ സാധ്യതയുണ്ട്, വിജയ സാധ്യതയുള്ള 30 മണ്ഡലങ്ങളുണ്ട്. 30 മണ്ഡലങ്ങൾ എൻ ഡി എക്ക് വിജയ സാധ്യതയുണ്ടെങ്കിൽ ഭരിക്കുന്നതിൻ്റെ ഭാഗമായി എൻ ഡി എ മാറും എന്നുള്ളത് ഉറപ്പാണ്. അതായത് കേരളം ഭരിക്കുന്നതിന് ഒരു തീരുമാനം എടുക്കുന്നത് എൻ ഡി എ ആയിരിക്കും, അത് സംശയമില്ലല്ലോ. കാരണം 30 സീറ്റാണ്, കേരളത്തിലെ സീറ്റുകളിൽ 30 സീറ്റ് പിടിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ അത് ശരിക്കും യാഥാർത്ഥ്യമായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ യാഥാർത്ഥ്യമാവില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പൊതുവെ ട്രെൻഡ് ഓരോ സ്ഥലത്ത് കാണുന്നത്, ചിലത് അത്ര സുഖകരമല്ലാത്ത ട്രെൻഡിലുള്ള കോൺസ്റ്റിറ്റ്യുവൻസികളുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. സോറി, അതിന് അനവധി കാരണങ്ങളുണ്ടാവും. ഒരു സംഘടനാപരമായിട്ടുള്ള ദൗർബല്യം, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ കുറവുകളോ സംഭവിക്കാം. പക്ഷേ സാധ്യതയുണ്ട് പിന്നുള്ളത്. അതുകൊണ്ടാണ് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞിരുന്ന ഒരു ഹങ് അസംബ്ലിക്കുള്ള എല്ലാ രംഗും ഒരുങ്ങുന്നുണ്ടെന്ന്. 30 സീറ്റ് ബി ജെ പിക്ക് എന്ന് പറഞ്ഞാൽ ഹങ് അസംബ്ലിയാണ് സംഭവിക്കുക. കാരണം മറ്റേ വളരെ നെക്ക് ടു നെക്കായിട്ട് വന്ന് നിൽക്കുകയാണെങ്കിൽ മിക്കവാറും ഹങ്ങിലേക്ക് പോകും കാര്യം. പക്ഷേ ബി ജെ പിക്ക് സേയുള്ള ഒരു മിനിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടെങ്കിലും ഏതെങ്കിലും ഒരു മുന്നണി ബി ജെ പിയുടെ പിന്തുണ തേടുകയോ ബി ജെ പി പിന്തുണ കൊടുക്കുകയോ വേണം. അത് ഇന്നത്തെ നിലയ്ക്ക് സാധിക്കുമോ എന്നുള്ളത് ഒരു $1 മില്യൺ ക്വസ്റ്റ്യനാണ്. കാരണം സി പി എമ്മിന് സാധിക്കുമോ ബി ജെ പിയുടെ പിന്തുണയോട് ഭരിക്കാനായിട്ട്? സാധ്യമല്ല. യു ഡി എഫിനും പ്രശ്നമാണ്. അവർ വന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് ഈ ഐത്തോ അൺടച്ചബിലിറ്റി ഇല്ലാത്ത പാർട്ടി എന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ളവരാണ്. രാജ്യദ്രോഹ സംഘടനകളല്ലാത്ത ആരോടും കൂടാം, വർഗീയം രാജ്യദ്രോഹം ഇല്ലാത്ത ആരും കൂടാം എന്നുള്ളൊരു നയം ബി ജെ പിക്ക് ഉണ്ട്. ആ നിർവചനത്തിൻ്റെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് ചിലപ്പോൾ ബി ജെ പിക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ തത്വാധിഷ്ഠിക അല്ലെങ്കിൽ വസ്തുതയിൽ അധിഷ്ഠിതമായുള്ള ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള പിന്തുണയൊക്കെ കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരും. പക്ഷെ അവർക്ക് സ്വീകരിക്കാൻ പറ്റുമെന്നുള്ളതാണ് പ്രശ്നം. അപ്പം അതുകൊണ്ട് ബി ജെ പിക്ക് സേയുള്ളൊരു മിനിസ്ട്രി എന്നുള്ളത് അറിയില്ല. പിന്നെ വേറൊരു സംഭവമുണ്ട്, ഹങ് അസംബ്ലി വരുമ്പോഴൊക്കെ വരുന്നൊരു കാര്യം നമ്മൾ സാധാരണ കണ്ടുവരാറുള്ളതാണ്. ലാർജസ്റ്റ് പാർട്ടിയെ വിളിക്കുക, ലാർജസ്റ്റ് നമ്പറുള്ള ആളെ വിളിക്കുക, അവരോട് രൂപീകരിക്കാൻ പറയുക. രൂപീകരിക്കുന്നു, കോൺഫിഡൻസ് മോഷൻ അവർ കൊണ്ടുവരണം. സ്വാഭാവികമായിട്ടും കോൺഫിഡൻസ് മോഷൻ വരുന്ന സമയത്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് തൊട്ട് നിൽക്കുന്ന രണ്ടാമത്തെ ആൾ ആബ്സ്റ്റൈൻ ചെയ്യുക ഇലക്ഷനിൽ നിന്ന്, വോട്ടിൽ നിന്ന്, വോട്ടിൽ നിന്ന് ആബ്സ്റ്റൈൻ ചെയ്യുക. അതുപോലെ ബജറ്റ് ചർച്ച വരുമ്പോഴും അല്ലെങ്കിൽ ഗവർണറുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രകടനം, ആ സംഗതികളൊക്കെ വരുന്ന സമയത്ത് അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് മാൻഡേറ്റ് ഉണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ ഭൂരിപക്ഷം ഉണ്ടോ എന്നുള്ളതിനെ തെളിയിക്കാനുള്ള ഒരു കല്ലുകളാണല്ലോ ഈ ബജറ്റും അതുപോലെ തന്നെ ഗവർണറുടെ പ്രസംഗ സ്പീച്ചിനുള്ള നന്ദി പ്രകടനം, നോൺ കോൺഫിഡൻസ് മോഷൻ, ഇത് മൂന്നാണ് മെയിനായിട്ട്. ബില്ലും പ്രശ്നങ്ങളാണ്, ഇമ്പോർട്ടൻ്റ് ബില്ല് വരുന്ന സമയത്ത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു അനിശ്ചിതാവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി ചില സ്ഥലങ്ങളിലെങ്കിലും ആബ്സ്റ്റെയിൻ ചെയ്യുന്ന പരിപാടിയുണ്ട്. അത് വേണമെങ്കിൽ സംഭവിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ആബ്സ്റ്റെയിൻ ചെയ്യുന്നതിന് ഒരു വില ഇവർക്ക് ചോദിക്കാമല്ലോ. രണ്ടുപേരും രണ്ടുപേരും ഉണ്ടാവുന്നിരിക്കുക. ബി ജെ പി ഉണ്ട്, ഈതർ എൽ ഡി എഫ് ഓർ യു ഡി എഫ്. അപ്പോൾ അവർ ഞങ്ങൾ ആബ്സ്റ്റെയിൻ ചെയ്യാം, നിങ്ങൾ വീഴ്ത്താതിരിക്കാം, നിങ്ങൾ പാസ്സാക്കി എടുത്തോ. പക്ഷേ ചില ബില്ലുകൾക്ക് മിനിമം ഇത്ര വേണമെന്നൊക്കെ ഉണ്ടാവുന്നതുണ്ടാവും. എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടതൊക്കെ ആണെങ്കിൽ വെറുതെ സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കിയാൽ പോരാ, 2/3 വേണ്ടി വരും. അപ്പം അങ്ങനത്തെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഇതിൽ. പക്ഷേ ബി ജെ പിക്ക് ഞാൻ ഒരു സംശയം ചോദിക്കുന്നത്, ബി ജെ പി 30 സീറ്റുകൾ നേടിക്കഴിഞ്ഞാൽ ഇപ്പോൾ അധികാരത്തിൽ വരാൻ പിന്നെ ഒരു 40 സീറ്റ് കൂടെ വേണം. അത് ഈ പറയുന്ന വിവിധ, ഇപ്പോൾ എൻ ഡി എക്ക് 30 സീറ്റ് കിട്ടി, വിവിധ ഘടകകക്ഷികളുടെ പലരുടെയും ഘടകകക്ഷികളായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ മാറാൻ സാധ്യതയുള്ള ചില പാർട്ടികളുണ്ട്. കേരള കോൺഗ്രസ് പോലുള്ള പാർട്ടികളൊക്കെ വേണമെങ്കിൽ വിട്ടുവരാൻ സാധ്യത, എന്തിനേറെ ആർ എസ് പി വിട്ടുവരാൻ സാധ്യതയുള്ളതാണ്. അതുപോലത്തെ മറ്റ് ഇതുപോലത്തെ ചെറിയ നമ്മൾ ഈർക്കിൽ പാർട്ടികൾ എന്നൊക്കെ വിളിക്കുന്നെങ്കിലും ചെറിയ പാർട്ടികൾ 1-2 സീറ്റൊക്കെ ഉള്ള ജനതാദൾ പോലുള്ള പാർട്ടികൾ, എൻ സി പി ഒക്കെ ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ വിട്ടുവരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇവർക്കൊക്കെ സീറ്റുകളുണ്ട്. അപ്പോൾ ഈ സീറ്റുകളുള്ള പാർട്ടികളെല്ലാം കൂടെ പിന്തുണയ്ക്കുകയാണെങ്കിൽ ഒരു പക്ഷേ എൻ ഡി എക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയില്ലേ?
ഒരു 35 ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനം വർക്കൗട്ട് ആവും. അതെ 30 പോരാ. പക്ഷെ ഇപ്പം ഇല്ലെങ്കിൽ ലീഗ് പോലുള്ള ഒരു അവിടെയാണ് പ്രശ്നം. അതെ ലീഗിനെ ഒരിക്കലും ലീഗിനെ NDA ക്ക് കൂടെ NDA കൂട്ടാൻ ക്ക് പറ്റും. കൂട്ടാൻ പറ്റുമോ, ലീഗ് NDAയുടെ കൂടെ വരുമോ എന്നുള്ള, കൂട്ടാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റും, പറ്റില്ല എന്നല്ല. ഇപ്പോൾ നാഗ്പൂർ ഒരു മുസ്ലിം ലീഗ് ഉണ്ട്, ഇതിൻ്റെ ഭാഗമല്ല അത്, ആ. ലോക്കൽ മുസ്ലിം ലീഗ്. അവരുടെ പിന്തുണയോടെ നാഗ്പൂർ മുനിസിപ്പാലിറ്റിയിൽ അല്ല BJP കാശ്മീരിൽ ഭരിച്ചിട്ടുണ്ട്. PDPയുടെ കാശ്മീരിൽ PDPയുടെ പിന്തുണയോടെ ഭരിച്ചിട്ടുണ്ട്. പക്ഷേ കേരള അതും സംഭവിച്ചിട്ടുണ്ട്. ഇതൊന്നും പൊളിറ്റിക്സിലൊന്നും തന്നെ ഇമ്പോസിബിൾ അല്ലല്ലോ. അല്ല അതെ പൊളിറ്റിക്സിലെ എല്ലാ കാര്യങ്ങളും ചിന്തിക്കാവുന്നതാണ്. പക്ഷേ അതിലൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ താത്വികമായിട്ട് യോജിക്കാൻ പറ്റാത്തവരുടെ, ഐ മീൻ പ്രിൻസിപ്പിൾഡ് ബേസ്ഡ് ആയിട്ട് യോജിക്കാൻ പറ്റാത്തവർ, പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ അവരായിട്ടുള്ളൊരു മുന്നണിയാണെങ്കിൽ ഭരണം സുഖകരമായിരിക്കില്ല. ഇപ്പോൾ PDPയുടെ കാര്യത്തിന് കാശ്മീരിൽ സംഭവിച്ചത് അത് തന്നെയാണല്ലോ. അതെ സുഖകരമാവില്ല. ഈ നമ്മൾ സാധാരണ പറയണില്ല, ഈ ഹോച്ച് പോച്ച് അറേഞ്ച്മെൻ്റ് എന്ന് പറയും, ഏച്ചുകൂട്ടൽ അറേഞ്ച്മെൻറ്റ്, അതിനൊക്കെ ആയുസ് കുറവായിരിക്കും. ഇപ്പം നമ്മൾ കണ്ടല്ലോ, കേന്ദ്രത്തിൽ കണ്ടല്ലോ, ദേവഗൗഡ ഗുജറാത്ത് പരീക്ഷണം. ഇനി അതിനു മുമ്പ് VP സിംഗിൻ്റെ പരീക്ഷണം, അതെ CPM-ഉം BJP-യും, എനിക്ക് അടുത്ത വർഷം BJP രണ്ട് സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോയ മന്ത്രിസഭ. പക്ഷെ ഒരു ക്രൂഷ്യലായിട്ടുള്ളൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, ഇത് ഈ ആപ്പിൾ കാർട്ട് അപ്സെറ്റ് ആവാമെന്ന് ഇംഗ്ലീഷിൽ പ്രയോഗമുണ്ട്. ആപ്പിൾ കാർട്ട് അപ്സെറ്റ് ആവും, നന്നായിട്ട് റെഡിയാക്കി വെച്ച് ആപ്പിൾ ഇങ്ങനെ ഉന്തുവണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും ചെറിയ ഒരു കുഴിയിൽ വെച്ചാക്കണ്ട ഈ ആപ്പിളെല്ലാം കൂടി മറിഞ്ഞു പോകും. അപ്പോൾ അത് VP സിംഗിൻ്റെ കാര്യത്തിൽ എന്താ പറ്റിയത്? അഡ്വാനിജിയുടെ രഥയാത്ര. BJPയെ സംബന്ധിച്ച് അത് പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. രഥയാത്ര തടഞ്ഞാൽ അന്ന് പിന്തുണ പിൻവലിക്കുമെന്ന് അടൽജിയുടെ നേതൃത്വത്തിലുള്ള ടീം പോയിട്ട് രാഷ്ട്രപതി ഇവരോട് പറഞ്ഞു. ആ നിമിഷം ഞങ്ങൾ പിൻവലിക്കുമെന്ന്. കാരണം ഇദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെയാണല്ലോ, ലാലു പ്രസാദ് യാദവും മുലായം സിംഗ് യാദവൊക്കെ VP സിംഗിൻ്റെ പാർട്ടിയാണ്. സമഷ്ടിപൂരിൽ തടഞ്ഞു, നേരെ അടൽജിയും കൂട്ടിലും നേരെ പോയിട്ട് രാഷ്ട്രപതിക്ക് ഇത് കൊടുത്തു, ഞങ്ങൾ പിന്തുണ പിൻവലിച്ചു എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതാണ് ഇങ്ങനത്തെ സംഗതികളിലൊരു തികച്ചും തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോകാൻ പറ്റാത്തവരാണ്. നേരെ മറിച്ച് ഇപ്പോൾ കേന്ദ്രത്തിലുള്ള മുന്നണികൾ അവർ BJPയുടെ ബേസിക് കാര്യങ്ങളിൽ എതിർപ്പുള്ളവരല്ല. ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ്, ആർട്ടിക്കിൾ 370, രാമക്ഷേത്രം, ഇതാണല്ലോ ഒരു ടിക്ലിഷ് ആയിട്ടുള്ളൊരു പ്രശ്നം പിടിച്ച 3 ഇഷ്യൂസ് ഉണ്ടായിരുന്നത്. ഈ 3 ഇഷ്യൂസിൽ അവർക്ക് എതിർപ്പില്ല. അവർ മനസ്സുകൊണ്ട് അവർക്ക് ഇഷ്ടമുണ്ടോ ഇല്ല, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് മാറ്റർ. ബട്ട് അവർക്ക് എതിർപ്പില്ല ഈ 3 കാര്യങ്ങളിൽ. അപ്പോൾ അങ്ങനെ BJPക്ക് അങ്ങനെ വരുമ്പോൾ, ഇപ്പോൾ ലീഗായിട്ടൊക്കെ ഒരു ഇതുണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം വരാൻ പോകുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ പേരുള്ള സമീപനമായിരിക്കും. അവരുടെ പ്രവർത്തനങ്ങൾ, അവർ ഈ ലീഗിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനം അവർ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കും. BJPക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതിനോട് ചെറുകിട പാർട്ടികൾ, ഇപ്പോൾ NCP, കോൺഗ്രസ്, RSP, കേരള കോൺഗ്രസ്സുകൾ, മുതൽ സജി വരെയുള്ള ആൾക്കാർ, അവരെല്ലാവരും കൂടി ആയിട്ട് പറ്റുമെങ്കിൽ അത് വലിയൊരു ഇഷ്യൂ ആയിരിക്കില്ല. നോർത്ത് ഈസ്റ്റിലൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ. നോർത്ത് ഈസ്റ്റ് സംഭവിക്കുന്നുണ്ട്. 7, 8, 10 പാർട്ടികളെ ചേർത്തുകൊണ്ട് NDA സർക്കാർ രൂപീകരിക്കുന്നുണ്ട്. അത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ സാഹചര്യത്തിലേക്ക്, ഈ കേരളത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഈ രാഷ്ട്രവിരുദ്ധമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും ഒന്നിച്ചു കൂടിയിട്ടുള്ളൊരു സ്റ്റേറ്റ് ഇന്ത്യയിലുണ്ടെങ്കിൽ മാപ്പിൽ അത് അടയാളപ്പെടുത്താനായിട്ട് പറഞ്ഞാൽ കേരളം മാത്രം അടയാളപ്പെടുത്താൻ പറ്റുള്ളൂ. മറ്റു സ്ഥലങ്ങളിൽ ആരെങ്കിലും ഒരാളുണ്ടാവും, അയാളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തൽക്കാലം നമുക്ക് ഒത്തുതീർപ്പാക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നോ, നിങ്ങൾക്ക് പ്രത്യേക എല്ലാം ഈ ട്രൈബൽ പ്രശ്നങ്ങളൊക്കെയാണല്ലോ അവിടെ, എത്നിക് പ്രശ്നങ്ങളാണ് അവിടെ ഉള്ളത്. അതൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് കഴിഞ്ഞാൽ അവർ നിൽക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അടിസ്ഥാനപരമായിട്ട് ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്ത കുറേ ശക്തികളുള്ളൊരു സ്ഥലമാണത്. ഈ ശക്തികൾക്കൊക്കെയുള്ള സംരക്ഷകർ ഈ പ്രത്യക്ഷത്തിൽ പകൽ വെളിച്ചത്തിൽ നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിലാണ് അവരുടെ സംരക്ഷകരുള്ളത്. അപ്പോൾ ആ സംരക്ഷകരായിട്ട് നമ്മൾ, പ്രിയൻ അങ്ങനത്തെ ഒരാളുടെ സംരക്ഷകനാണെങ്കിൽ ഞാനും പ്രിയനും തമ്മിലൊരു നല്ല ഐക്യം ഉണ്ടാക്കിയാൽ പ്രിയന് സ്വാഭാവികമായിട്ട് അവരെ കൈയൊഴിയാൻ പറ്റില്ലല്ലോ. ഇല്ല, അവർ സംരക്ഷിക്കുന്നത്. ആ സംരക്ഷിക്കുന്ന സമയത്ത് എനിക്കത് ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല. അപ്പോൾ ഞാനും പ്രിയനും തമ്മിൽ അവിടെ വെച്ച് തർക്കം വരും. ഇത്തരത്തിലുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട് ഇതിൽ. അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥയിൽ 30-35 സീറ്റ് വെച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങനെ പരീക്ഷണം BJP ചെയ്യരുത്. ഇഫ് അറ്റ് ഓൾ ഇറ്റ്
ദ ഗെറ്റ് ദാറ്റ് മച്ച് നമ്പർ. അവർ ചെയ്യേണ്ടത് മിനിമം ഒരു 50 സീറ്റ്. കേൾക്കുമ്പോൾ നടക്കാത്തതാണെന്ന് ചിലപ്പോൾ ആൾക്കാർ പറഞ്ഞേക്കാം, പക്ഷേ പൊളിറ്റിക്സിലൊന്നും ഇമ്പോസിബിൾ അല്ല. ഈ പ്രാവശ്യമല്ല, ചിലപ്പോൾ അടുത്ത പ്രാവശ്യമായിരിക്കാം. ഒരു 50 സീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ശക്തമായൊരു നിലപാട് എടുക്കാൻ സാധിക്കും. എന്നിട്ട് വേണമെങ്കിൽ ഇവിടെ ആര് വേണമെങ്കിലും കൂട്ടാം, അവരെ ശബ്ദം ഉയർത്തില്ല. അതെ, അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. അങ്ങനെ സാധ്യതയുണ്ട്. ഇപ്പോൾ കേന്ദ്രത്തിൽ അങ്ങനെയല്ല. ഇപ്പോൾ BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലല്ലോ. BJP ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ ഭൂരിപക്ഷമല്ല ഇന്ന് ഈ മൂന്നാം മന്ത്രിസഭ. പക്ഷെ ഒരു പ്രശ്നമില്ലാതെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. കാരണം BJPയുടെ നമ്പർ അതാണ്. ഇവർക്കിപ്പോൾ അവർ മറ്റേ ഇന്ത്യ സഖ്യത്തിൻ്റെ ആൾക്കാരും ഇപ്പം ഇന്ന് BJPയുടെ സഖ്യത്തിലുള്ള ആൾക്കാരും കൂടി ചേർന്നാലും ഇത്രയൊക്കെ നമ്പർ വരാൻ പോകുന്നുള്ളൂ. BJP പോലെ ശക്തമായിട്ട് പ്രതിപക്ഷമുള്ള അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതാണ് ഇതിലെ നമ്പർ വളരെ ഇമ്പോർട്ടൻ്റാണ്. നോർത്ത് ഈസ്റ്റിൻ്റെ സിറ്റുവേഷനും കേരളത്തിലെ സിറ്റുവേഷനും ഡിഫറെൻ്റാണ്. അതിൽ ഏറ്റവും പ്രധാന പ്രശ്നം ഇതാണ്. ആൻറ്റി നാഷണൽ ഫോഴ്സസിന് ഏറ്റവും അധികം വളക്കൂറുള്ള സ്റ്റേറ്റ് കേരളം എന്ന് വെച്ചാൽ കേരളം. എല്ലാ ഫോഴ്സസും, ഏതെങ്കിലും ഒന്നല്ല, എല്ലാവരും ഒരേപോലെ.